മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് വിശദീകരണ സെമിനാർ നടത്തി. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നടന്ന സെമിനാറിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നിർദ്ദിഷ്ട വഖഫ് നിയമങ്ങൾ സമുദായത്തെ അരികവൽക്കരിക്കുന്നുവെന്ന് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇന്ത്യയിൽ നിലവിലുള്ള ആരാധനാലയ സംരക്ഷണ നിയമത്തെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ന് പല മസ്ജിദുകൾക്ക് മേലെ അവകാശവാദവുമായി ഭൂരിപക്ഷ വർഗീയവാദികൾ രംഗത്ത് വരുന്നത്. നിർദ്ദിഷ്ട വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യയിലാകമാനമുള്ള വഖഫ് സ്വത്തുക്കളുടെ മേൽ അനാവശ്യ തർക്കങ്ങളും വ്യവഹാരങ്ങളും ഉയർന്നുവരും. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച വഖഫ് വിശദീകരണ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വഖഫ് നിയമത്തെക്കുറിച്ചും വഖഫ് ട്രിബ്യൂണലിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാതെയാണ് പലരും വിമർശിക്കുന്നത്. വാക്കാലും കൈവശാവകാശത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ ക്രമവൽക്കരിച്ച് രേഖകൾ കൃത്യമായി സൂക്ഷിക്കാൻ മഹല്ല് കമ്മിറ്റികൾ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MSS ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജിയുടെ അധ്യക്ഷതയിൽ വഖഫ് ബോർഡ് അംഗവും MSS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും പുതിയ വഖഫ് ബില്ല് ചർച്ച ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടാൻ മാത്രം ഒരു മതിയായ രാഷ്ട്രീയമായ സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് മതപരമായ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഹനിക്കുന്ന വിധത്തിൽ രാജ്യത്തെ ഇക്കാലം അത്രയും നിലനിർത്തി പോകുന്ന മതേതര പരിസരം റദ്ദ് ചെയ്യപ്പെടുന്ന ഭയാനകമായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വാഭാവികമായി പ്രപ്പോസ്ഡ് വഖഫ് ബിൽ ഭയാനകമായ ഭീഷണി ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വഖഫ് എന്നുള്ളത് സ്വാഭാവികമായി അതിനൊരു നിർവചനം, പദാനുപദ നിർവചനം, സർവ്വ അധികാരവും അള്ളാഹുവിൽ നിക്ഷിപ്തമായ സ്വത്ത് വകകൾ എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാൻ, അത് പരിപാലിപ്പിക്കാൻ, അത് വികസിപ്പിക്കാനുള്ള അതിഭീമമായ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് അതിന്റെ മുത്തവല്ലിമാര്, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. MSS സംസ്ഥാന സെക്രട്ടറി PA അബ്ദുൽ നാസർ, ഹംസ പാലക്കി, കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് പാലക്കി, പള്ളിക്കര സംയുക്ത ജമായത്ത് പ്രസിഡന്റ് KE ബക്കർ, തൃക്കരിപ്പൂർ സംയുക്ത ജമായത്ത് പ്രസിഡന്റ് TCA റഹ്മാൻ, കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, MP ഷാഫി ഹാജി ഖത്തർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ A ഹമീദ് ഹാജി സ്വാഗതവും MSS ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.